അതുപോലെ തന്നെ ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സൃഷ്ടിജാലങ്ങൾ ഒക്കെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്ന കാര്യമാണ്. ഈ സൃഷ്ടികൾക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് കേവലം ബുദ്ധിയാണ്. ഖുർആനും ഹദീസും നിരത്തി ഒരാൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല. ഈ കാണുന്ന സൃഷ്ടികൾ ഇത് സൃഷ്ടാവില്ല, അത് അങ്ങനെ വെറുതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞില്ല, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. വെറുതെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്, വെറുതെ അങ്ങനെ ഉണ്ടാകുക അതല്ല. അം ഹുമുൽ ഖാലിഖൂൻ, അവർ തന്നെയാണോ സൃഷ്ടിച്ചത്? മനുഷ്യന്മാരെ അവരെന്നെ സൃഷ്ടിക്കുക, അതല്ലെങ്കിൽ അവർ വെറുതെ ഉണ്ടാകും. ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ, അവരാണോ ഈ ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്? ഇത് ഈ കാര്യം വ്യക്തമാക്കി തരുന്ന മഹത്തായ ആയത്ത്. ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ മുശ്രിക്കായിരുന്ന സന്ദർഭത്തിൽ എന്റെ ഹൃദയം അതിങ്ങനെ പാറിപ്പറന്ന് നടക്കുമായി. എന്നാൽ വദാലിക അവ്വലു മാ വഖറൽ ഈമാനു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ അല്ലാഹുവിലുള്ള ഈമാൻ ഉറപ്പിച്ച ആയത്താണ്. ഈ കാര്യം വെറുതെ ഉണ്ടാകുക അസംഭവ്യം. മറ്റാവില്ലാതെ ഒരു സൃഷ്ടി ഉണ്ടാകുക എന്നുള്ളത് അസംഭവ്യം, കേവലം ബുദ്ധിക്ക് എതിരായ കാര്യം.